أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسين تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1265 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسين تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم وهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 93 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ പഠനം നമ്മൾ ഇന്നലെ ആരംഭിക്കുകയുണ്ടായി. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് ഏകദേശം 6-7 വർഷങ്ങൾ പിന്നിട്ട ആ മധ്യഘട്ടത്തിലാണ് സൂറത്തുൻ നംലും അതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ പഠനം പൂർത്തീകരിച്ച സൂറത്തു ശുഅറാഉം ഇനി അതിനെ തുടർന്ന് വിശുദ്ധ ഖുർആനിൽ 28-ാമത്തെ അധ്യായമായിട്ട് വരുന്ന സൂറത്തുൽ ഖസസും ഒക്കെ അവതരിക്കുന്നത്. മുഖ്യമായിട്ടും മക്കയിലെ സത്യനിഷേധ നിലപാട് സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധിക്കുന്ന വിധത്തിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവര് സത്യനിഷേധത്തില് നിലകൊള്ളുന്നത്, അതിനവർക്ക് ഇത്രയേറെ വാശിയോടുകൂടി സത്യനിഷേധത്തില് തൂങ്ങി നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യം ഈ സൂറത്ത്
അടിവരയിട്ടുകൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട്. മുഖ്യമായിട്ടും പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്ന ഇവരുടെ നിലപാടാണ് മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു, പിന്നീട് യാതൊന്നുമില്ല. ജീവിതം എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തെ ജീവിതം മാത്രമാണ്, മരണശേഷം പിന്നെ യാതൊന്നും ഉണ്ടാവുന്നില്ല എന്ന അവരുടെ നിലപാട് അല്ലെങ്കിൽ ആ വിശ്വാസമാണ് അവരെ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്നവരാക്കി മാറ്റുന്നത്. മരണശേഷം മനുഷ്യന് എന്തെങ്കിലും അനന്തരഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഒരു തിരിച്ചറിവുണ്ടാവുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊള്ളുവാനും അതുപോലെ നിത്യാദൈവങ്ങളെ കൈയൊഴിയുവാനും ഒക്കെ മനുഷ്യന് പ്രേരണ ഉണ്ടാവുക. മരണത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടും ആരെങ്കിലുമൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ തങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും അവർക്ക് ലക്ഷ്യമായിട്ടുണ്ടാവില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്നൊരു വസ്തുത വെളിപ്പെടുത്തുന്നുണ്ട് അള്ളാഹു ഈ സൂറത്തിന്റെ ഒരു മുഖ്യമായ പ്രമേയം എന്നുള്ള നിലയ്ക്ക്. ഈ സൂറത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ഇതിന്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചും ഈ സൂറത്തിന് അന്നംല് എന്ന് പേര് വന്നതിനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിന്റെ ആയാത്തുകളുടെ പഠനം ആരംഭിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഈ സൂറത്തിന്റെ ഒരു ആമുഖം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിലെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ഒരു തുടക്കമിടൽ എന്നുള്ള നിലക്കാണ് ഈ ആദ്യത്തെ 6 ആയത്തുകൾ വരുന്നത്. അതിനെ തുടർന്ന് ചില ചരിത്ര സംഭവങ്ങളിലേക്ക് വായനക്കാരന്റെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന വിധത്തിലുള്ള സംഭവ വിവരണങ്ങളാണ് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ 6 ആയത്തുകൾ നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മറ്റു പല സൂറത്തുകളെയും പോലെ മുഖത്താത്തുകൾ കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ത്വാ സീൻ 2 അക്ഷരങ്ങളാണ്, ത്വാഉം സീനും. അറബി ഭാഷയിലെ അക്ഷരമാലയിൽ ഒരുപക്ഷെ ലോകത്ത് മറ്റു ഭാഷകളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു അക്ഷരമാണ് ത്വാ. താഉം ത്വാഉം വ്യത്യസ്തമായ ശബ്ദങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. ഇവിടെ ഒന്നാമത്തെ അക്ഷരം ത്വാഉം രണ്ടാമത്തത് സീനുമാണ്. യാസീൻ പോലെ അവിടെ 2 അക്ഷരങ്ങളാണ് മുഖത്താത്തായിട്ട് വരുന്നത്. അതില് ആദ്യത്തേത് യാഉം പിന്നെ സീനുമാണ്. ഇവിടെ ത്വാഉം സീനുമാണ്. മുഖത്താഴത്തുകളെ കുറിച്ച് പിന്നീട് സൂറത്തുകളുടെ പഠന സന്ദർഭങ്ങളിൽ നമ്മൾ വിശദമായിട്ട് പരാമർശിക്കുകയുണ്ടായിട്ടുള്ളതാണ്. മുഖത്താഴത്തുകൾ ഓരോ അക്ഷരവും എന്ത് സൂചിപ്പിക്കുന്നു എന്നത് കൃത്യമായിട്ട് പറയുക സാധ്യമല്ല. വായനക്കാർ, വ്യാഖ്യാതാക്കൾ അവർക്ക് ബോധ്യപ്പെടുന്ന ചില വിശദീകരണങ്ങളൊക്കെ നൽകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അള്ളാഹു ഈ വിശുദ്ധ ഖുർആന്റെ കോമ്പസിഷനിൽ സ്വീകരിച്ചിട്ടുള്ള അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണിശതയുണ്ട്.
ആ കണിശതയുടെ പൂർത്തീകരണത്തിന് ഈ മുഖത്താഴത്ത് ആയ അക്ഷരങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമാണ്. ഓരോ അക്ഷരത്തിനും ഒരു കൃത്യതയുള്ള എണ്ണമുണ്ട്. ആ എണ്ണം ഒരു ക്യൂട്ട്നെസ് ഉള്ള എണ്ണവുമാണ്. ആ എണ്ണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ എണ്ണം ഒരു കൃത്യതയുള്ള ഗുണിതവും ഒക്കെയാണ്. അപ്പൊ ഇത് കമ്പ്യൂട്ടേഷണൽ ഖുർആനിക് സ്റ്റഡി നടത്തുന്ന ആളുകൾ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്രോസസ്സിലൂടെ ലേണിംഗ് നടത്തുന്ന ആളുകൾക്കാണ് ഈ അക്ഷരങ്ങള്, വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളുടെ കൃത്യതയും ഓരോ അക്ഷരവും എത്ര തവണ ആവർത്തിച്ചു വരുന്നു, അല്ലെങ്കിൽ ഏത് എണ്ണത്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് അത് വരുന്നത് എന്നതൊക്കെ അവര് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുള്ളതും വെളിപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതില് ഒരക്ഷരം പോലും അധികമായിട്ട് കാണുകയോ മാറ്റി നിർത്താൻ പറ്റുകയോ ഒന്നും ചെയ്യുകയില്ല. ഏതെങ്കിലും ഒരു അക്ഷരത്തെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഈ കോമ്പാക്ട്നെസ്, വിശുദ്ധ ഖുർആന്റെ ഈ ഡിജിറ്റലായ ഈ അക്ഷരങ്ങളുടെ ഗുണിതങ്ങൾ എന്നുള്ള നിലക്ക് അതിന് നിലനിൽക്കുന്ന അതിന്റെ ആ കെട്ടുറപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് അപൂർണതയുള്ളതായിട്ട് മാറും. അപ്പോ ഇങ്ങനെ ഒരു പ്രത്യേകത ഏതായാലും ഈ മുഖത്താഴത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു പുറമെ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് കമ്പോസ് ചെയ്യപ്പെട്ടതാണ് ഈ ആയാത്തുകൾ, ഈ വിശുദ്ധ ഖുർആൻ എന്നൊരാശയം അള്ളാഹു അതിലൂടെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള മുഖത്താഴത്തുകളൊക്കെ വരുന്നിടത്ത് പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യം, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ശൈലി അതിലടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ അതിന്റെ അമാനുഷികത, അതിന്റെ ദൈവികത, അതിന്റെ മഹത്വം ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മുഖത്താഴത്തിനെ തുടർന്ന് വരുന്ന ആയത്തുകളിൽ പ്രസ്താവിക്കപ്പെടുന്നത്. അപ്പോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. രണ്ടക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനെ കുറിച്ചൊരു വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. ഈ മുഖത്താഴത്തുകൾ വരുന്നിടത്തൊക്കെ അതിനെ തുടർന്നുള്ള ആയത്തുകളിൽ വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഗാംഭീര്യമുള്ള ഒരു കാര്യം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊരു സത്യം ചെയ്യുന്ന പോലെയുള്ള, ശപഥം ചെയ്യുന്ന പോലെയുള്ള ഒരു ശൈലി അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തില് തോ, സീൻ, അലിഫ്, ലാം, മീം, തോഹ, യാസീൻ ഒക്കെ പോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഈ വിസ്മയം തീർത്തിരിക്കുന്നത്. ഇത് മനുഷ്യഭാവനക്കും മനുഷ്യന്റെ സർഗാത്മകതക്കും ഒക്കെയുള്ള ഒരു വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതുപോലെയൊന്ന് തയ്യാറാക്കൂ എന്ന ഒരു വെല്ലുവിളി ഈ പ്രയോഗത്തിലും ശൈലിയിലും തന്നെ അടങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ സർഗാത്മക രചനകളിൽ ഒരു ഭാഷയിലും ഇതുപോലെയുള്ള കോമ്പോസിഷൻ സാധിച്ചിട്ടില്ല എന്നത് ഈ അക്ഷരങ്ങള് നിങ്ങളൊക്കെ നിത്യജീവിതത്തിൽ നിരന്തരം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ്. എങ്കിലും ഈ അക്ഷരങ്ങൾ അള്ളാഹുവിന്റെ രചനയില് വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇതേ അക്ഷരങ്ങളാണ് നിങ്ങളുടെ നിത്യജീവിതത്തില് എല്ലാ സംഭാഷണങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നത്. ആ അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഇവിടെ വലിയൊരു മുഅ്ജിസത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന ഒരു പരോക്ഷമായ വ്യക്തമാക്കല്, വിശദമാക്കല് ഇതിലടങ്ങിയിട്ടുള്ളത് കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്തതും ഇനിയും വെളിപ്പെടാനിരിക്കുന്നതുമായ പല കാര്യങ്ങളും ഈ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ടാവും.
അപ്പൊ ഞാൻ ഈ ആയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ത്വാസീൻ, ഈ രണ്ടക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒരു പ്രസ്താവന നടത്തുന്നത് തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ മുബീൻ എന്നാണ്. ഇവ ഈ വിശുദ്ധ ഖുർആന്റെ അൽ ഖുർആന്റെ ആയാത്തുകളാണ്, അതുപോലെ തെളിമയുള്ള വ്യക്തതയുള്ള വേദഗ്രന്ഥത്തിന്റെ ആയാത്തുകളാണ്. അപ്പോൾ ദൈവിക വെളിപ്പാടുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. തൊട്ടു മുന്നേ നമ്മൾ സൂറത്ത് ഷുഅറയിൽ ഇത് പിശാചിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമല്ല, ഏകനായ പ്രപഞ്ചനാഥന്റെ തൻസീലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോ ഖുർആൻ അടിക്കടി ഈ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു മനുഷ്യന്റെ രചനയല്ല, പൈശാചികമായി രചിക്കപ്പെട്ട പിശാച് അവതരിച്ച എന്തെങ്കിലും വാക്യങ്ങളല്ല, അവതരിപ്പിച്ച എന്തെങ്കിലും വാക്യങ്ങളല്ല, മറിച്ച് പ്രപഞ്ചങ്ങളുടെ നാഥൻ മനുഷ്യന് മാർഗദർശനം നൽകുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്ന വാക്യങ്ങളാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അടിക്കടി ഈ കാര്യം ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ മനുഷ്യ രചനയുടെ, മനുഷ്യരുടെ സർഗാത്മകമായ രചനകളുടെ കൂട്ടത്തില് യുണീക്ക്നെസ് ഉള്ള ഒരു കാര്യമാണ്. മറ്റൊരു രചനയിലും ഇങ്ങനെ ഒരു സംഗതി കാണാൻ സാധ്യമല്ല, ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പൊ ഇത് മനുഷ്യനോ സൃഷ്ടികൾക്കോ ചെയ്യാൻ സാധ്യതയുള്ള, കഴിയുന്ന ഒരു കാര്യമാണ് എങ്കിൽ ഇതുപോലെയുള്ള പ്രസ്താവനകള് മനുഷ്യര് വേറെ നടത്തിയ രചനകളിലും കാണേണ്ടതാണ്. കാരണം മനുഷ്യന്റെ രചനാത്മകത എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതൊരാള് ഒരു ശൈലി സ്വീകരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള ധാരാളം രചനകൾ വേറെയും വരും. ഒരു രൂപത്തിലുള്ള കവിത ആരെങ്കിലും രചിച്ചാൽ അതിനെ അനുകരിച്ചുകൊണ്ടോ അതിനെ കവച്ചു വെക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാവ്യരൂപങ്ങൾ അല്ലെങ്കിൽ കവിതകൾ വേറെയും പലരും രചിച്ച് അവതരിപ്പിച്ച് അവര് ഖ്യാതി നേടും. ഇതാണ് മനുഷ്യന്റെ രചനാ ചരിത്രത്തിന്റെ തന്നെ ഒരു പ്രത്യേകത. ഒരാളും ഞാൻ മാത്രമേ അങ്ങനെ രചിച്ചിട്ടുള്ളൂ എന്ന് പറയാവുന്ന ഒരു കാര്യവും രചിച്ചിട്ടില്ല. ഏത് സർഗ ശേഷിയുള്ള ആള് എന്തെങ്കിലും വ്യതിരക്തതയുള്ള ഒരു കാവ്യമോ സാഹിത്യ സൃഷ്ടിയോ രചിച്ചാൽ വൈകാതെ തന്നെ അതിനെ അനുകരിച്ചുകൊണ്ടുള്ള അതുപോലെയുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള രചനകളുമായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ രചനയായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങള് ആവർത്തിച്ച് ഈ അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകളുള്ള രചനകള് മനുഷ്യന്റെ സർഗസാധ്യതയിൽ പെട്ടതായിരുന്നുവെങ്കിൽ ഈ പിന്നിട്ട 1500 വർഷങ്ങൾക്കുള്ളിലായിട്ട് ആരെങ്കിലുമൊക്കെ അതുപോലെയുള്ളത് വേറെ രചിക്കുകയും അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സമകാലികരും ചെയ്തിട്ടില്ല, പിൽക്കാലത്ത് വന്നവരും ചെയ്തിട്ടില്ല. അത് തന്നെ കാണിക്കുന്നത് ഈ രചന, വിശുദ്ധ ഖുർആൻ വളരെ യുണീക്കായ ഒരു സംഗതിയാണ് എന്നതാണ്. ഇങ്ങനെയുള്ള യുണീക്ക്നെസ് മനുഷ്യന് ഒരാൾ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അയാളെ വെല്ലുന്ന, അയാളെ കവച്ചു വെക്കുന്ന മറ്റു പലതും അതുപോലെയുള്ളത് രംഗം കൈയടക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുണീക്ക്നെസ് ശ്രദ്ധ അർഹിക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹു ഈ രണ്ടക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് പറയുന്നത് തിൽക ആയാത്തുൽ ഖുർആൻ, ഇവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ അൽ ഖുർആന്റെ ആയാത്തുകളാണ്. വ കിതാബിൻ മുബീൻ, തെളിമ നൽകുന്ന, തെളിമയുള്ള, വളരെ കൃത്യതയും വ്യക്തതയുമുള്ള ജീവിത മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥത്തിലെ ആയാത്തുകളാണ്.
നിരന്തരം പാരായണം ചെയ്യപ്പെടുന്ന, മനുഷ്യന് തെളിമയുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്ന ദൈവിക ഗ്രന്ഥത്തിലെ ആയാത്തുകളാണ്, വചനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ. താ, സീന് പോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് വിരചിതമായ ഇത്തരം വാക്യങ്ങള്, ഇത്തരം അധ്യായങ്ങള് അല്ലെങ്കിൽ ഇത്തരം ആയാത്തുകൾ, ഇത് മനുഷ്യന് മാർഗദർശനം നൽകുന്ന മുബീനായ, തെളിമയുള്ള, കാര്യങ്ങളെ വളച്ചുകെട്ടില്ലാതെ വ്യക്തതയോടുകൂടി പറയുന്ന ദൈവിക ഗ്രന്ഥത്തിലെ നിരന്തരം പാരായണം ചെയ്യപ്പെടുന്ന ഈ വേദഗ്രന്ഥത്തിലെ ആയാത്തുകളാണ്. ഹുദം വ ബുഷ്റ ലിൽ മുഅ്മിനീൻ, ഇത് വലിയൊരു ഫംഗ്ഷൻ നിറവേറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അത് ഹുദൻ വ ബുഷ്റ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്, വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിലെ വഴികാട്ടിയാണത്. അതേപോലെ തന്നെ സത്യമാർഗത്തില് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ പകർന്നു നൽകുന്ന സന്തോഷ വൃത്താന്തവുമാണ്. ഈ രണ്ട് കാര്യവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. സത്യമാർഗം, ഹിദായത്ത്, ഹുദ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഈ ശരിയായ മാർഗത്തില് പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളവും പിടിച്ചു നിൽക്കണമെങ്കിൽ, പ്രതിസന്ധികളെ ഓവർകം ചെയ്തുകൊണ്ട്, പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നിരന്തരമായി അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, ആത്മധൈര്യത്തെ തകർക്കാൻ ഒരു നിലക്കും അനുവദിക്കാത്ത വിധത്തിലുള്ള സന്തോഷ വൃത്താന്തങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാം, വലിയ പ്രതിസന്ധികൾ നേരിടുന്ന വിശ്വാസികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. പലപ്പോഴും വളരെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാകുന്നു. തടവറയില് ദീർഘമായ കാലം കഴിയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ എത്രയോ ഉണ്ടാവുന്നുണ്ട്. ഈ ആളുകളെ നിരാശ കീഴടക്കാതിരിക്കുന്നതും, അവര് പൂർണ്ണമായിട്ട് ആശയറ്റവരായി ആത്മാഹുതി ചെയ്യുന്നവരായിട്ടൊന്നും മാറാതിരിക്കുന്നതും ഒക്കെ തന്നെ ദൈവികമായ ഈ വചനങ്ങൾ അവർക്ക് നൽകുന്ന ഈ സന്തോഷ വൃത്താന്തം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഹിദായത്ത് മാത്രമല്ല, ഹുദ മാത്രമല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള ഒരു സന്തോഷ വൃത്താന്തം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കരുത്ത് പകരുന്ന ഒരു കാര്യമാണ്. ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ മുന്നേറ്റത്തില് അവർക്ക് എന്നും ഊർജം പകരുന്ന ഒരു കാര്യമാണ് പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള സന്തോഷ വൃത്താന്തം എന്നത്. ആ വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ ആളുകളുടെ തടവറ ജീവിതം അവര് രേഖപ്പെടുത്തിയത് വായിക്കാൻ അവസരം ഉണ്ടാകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത് ആയിട്ട് അവര് രേഖപ്പെടുത്തുന്നത് അവർക്ക് വിശുദ്ധ ഖുർആൻ വായിക്കാൻ സാധിക്കുന്നു എന്നതാണ്. തടവറയിലായിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നിഷേധിക്കപ്പെടുന്നത്, അത് വായിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് അവരേറ്റവും വലിയ പ്രയാസമായിട്ട് പലപ്പോഴും രേഖപ്പെടുത്തി കണ്ടിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥം, അതിലെ ആയാത്തുകള് വളരെ തെളിമയുള്ളതും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മാർഗദർശനം പകർന്നു തരുന്നതും ഒക്കെ ആകുന്നതോടൊപ്പം തന്നെ അത് സന്തോഷവൃത്താന്തം നൽകുന്നതുമായിരിക്കണം. പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ, പ്രയാസങ്ങളെ മറികടക്കാൻ കരുത്തുള്ളതാക്കി മാറ്റുന്നതാവണം. ഈ ആയാത്തുകളെ കുറിച്ച് അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം അതാണ്. ഈ ആയാത്തുകള്, ഈ ഖുർആനിലെയും തെളിമയുള്ള ദൈവിക മാർഗദർശനമായ ഈ വേദഗ്രന്ഥത്തിലെയും ആയാത്തുകൾ, അത് മനുഷ്യന് മാർഗദർശനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ
ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന കാര്യത്തിലുള്ള കൃത്യമായ മാർഗദർശനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് അവർക്ക് വലിയ ആത്മവിശ്വാസവും ആത്മധൈര്യവും പ്രതീക്ഷയും ഒക്കെ പകർന്നു നൽകുന്ന സന്തോഷ വാർത്തയുമാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. സംഗതി ഹക്കൊക്കെ തന്നെയാണെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി പോകും. വലിയ വലിയ കടുത്ത പ്രതിസന്ധികൾ, ഒരിക്കലും വെളിച്ചം കാണുകയില്ല, പുറത്തിറങ്ങാൻ പറ്റുകയില്ല, ഇനിയൊരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല എന്ന അവസ്ഥയിലൊക്കെ എത്തിപ്പോകുമ്പോൾ മനുഷ്യന് അവൻ ബുദ്ധി കൊണ്ടും വൈകാരികമായും ഒക്കെ ഉൾക്കൊണ്ട വിശ്വാസത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിലക്കൊള്ളാൻ പ്രയാസങ്ങൾ നേരിടുന്ന അവസ്ഥകളൊക്കെ അവന് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അവനെ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രതീക്ഷ പകർന്നു നൽകുന്ന സന്തോഷ വൃത്താന്തമാണ്, അവരെ പ്രതീക്ഷയോടുകൂടി മുന്നേറാൻ കരുത്തു പകരുന്ന ഒരു കാര്യമാണ് ഈ ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ ആയത്ത് നൽകുന്ന സൂചന അങ്ങനെയുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ആ മുഅ്മിനുകള് അവരുടെ നിലപാടുകളും സ്വഭാവവും ഒക്കെ ഏതു വിധത്തിലുള്ളതാണ് എന്നതാണ് തുടർന്നുള്ള ആയത്തുകളിൽ വ്യക്തമാക്കുന്നത്. സമാനമായ ആയത്തുകൾ വിശുദ്ധ ഖുർആനില് വേറെയും സൂറത്തുകളുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലദീന യുഖീമൂന സ്വലാത്ത, അവര് അള്ളാഹുവുമായുള്ള ബന്ധം, അതാണ് സ്വലാത്ത്, അത് കൃത്യതയോടുകൂടി നിലനിർത്തി പോരുന്ന ആളുകളാണ്. വയൂത്തൂന സക്കാത്ത, അതുപോലെ സക്കാത്ത് നൽകുന്ന ആളുകളാണ്, അതിൽ വീഴ്ച വരുത്താത്ത ആളുകളാണ്. അപ്പോ അല്ലദീന യുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ. എത്രയോ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ അവർ പങ്കുവെക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സക്കാത്ത, അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ ബോധ്യം അത് പ്രകടമാകുന്ന ഒരു ജീവിത രംഗം ആണ് സമ്പത്തിലുള്ള ബാധ്യതകള് നിറവേറ്റുന്ന ഒരു നിലപാട് ഒരാൾക്ക് ഉണ്ടാവുക എന്നത്. അത് അള്ളാഹുവിന്റെ വജ്ഹ് കണ്ടുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഊഷ്മളത ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ ഒരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സമ്പത്തിൽ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില ബാധ്യതകളുണ്ട്. നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ വിധത്തിലുള്ള സക്കാത്ത് നിർവഹിക്കുന്നവരായ ആളുകൾ, സക്കാത്ത് കേവലമായ പണം കൊടുക്കലോ സമ്പത്തിന്റെ വിഹിതം നൽകലോ മാത്രമല്ല, അത് സമ്പത്തിന്റെ ഉടമകളെ ശുദ്ധീകരിക്കൽ കൂടിയാണ്. അവരുടെ സമ്പത്തിനെയും അവരുടെ മനസ്സിനെയും ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് സമ്പത്തിലുള്ള അള്ളാഹു നിശ്ചയിച്ച അവകാശികൾക്കുള്ള അവകാശം സമയാസമയങ്ങളിൽ അത് നിർവഹിക്കുക, കൊടുത്ത് വീട്ടുക എന്ന കാര്യം ചെയ്യുന്നത്. വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പാരത്രിക ജീവിതത്തിൽ ദൃഢമായ ബോധ്യമുള്ള ആളുകളാണ് അവർ. ഇതാണ് വളരെ ഏറെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ ഏകത്വവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ തന്നെ നിസ്സാരമായിട്ട് അനുഭവപ്പെടുന്നത് അവര് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ ആളുകൾ ഈ വിശുദ്ധ ഖുർആൻ ആർക്കാണോ മാർഗദർശനവും ശുഭവൃത്താന്തവുമായിട്ട് വർത്തിക്കുന്നത്, ആ ആളുകൾ അവര് പാരത്രിക ജീവിതത്തെക്കുറിച്ച് ദൃഢബോധ്യമുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കേവലമായ ഒരു പറച്ചിലോ സംസാരമോ അല്ല. അവർക്ക് ഉറപ്പാണ്, കണ്ണ് ചിമ്മുന്നതോടുകൂടി ജീവിതത്തിന്റെ മറുപക്ഷത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു
ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ചൊരു സന്ദേഹമൊന്നുമില്ല. ഉണ്ടെങ്കിലാവാം, അങ്ങനെ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്നൊന്നുള്ള ആ വിധത്തിലുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു നിലപാടല്ല. അവർക്കൊക്കെ ദൃഢമായ ബോധ്യമാണ് മരണത്തോടുകൂടി മനുഷ്യൻ പാരത്രിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന കാര്യം. അങ്ങനെ ബോധ്യമുള്ള ആളുകളുടെ കാര്യത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ ഹുദയും ബുഷ്റയുമായി മാറുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, എന്നാൽ നിശ്ചയമായിട്ടും പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ സയ്യന്നാ ലഹും അഅ്മാലഹും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ തരം പ്രവർത്തനങ്ങളൊക്കെ നാം അവർക്ക് വളരെ ആകർഷകമാക്കി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. വഹും യഅ്മഹൂൻ, അതിൽ അവരങ്ങനെ വിഹരിച്ചുകൊണ്ട് പോവുകയാണ്. വല്ലാത്തൊരു വിവരണമാണ് അള്ളാഹു ഇവിടെ പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ നടത്തുന്നത്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, നമ്മുടെയൊക്കെ ചുറ്റുപാടിലായിട്ട് പലരെയും അങ്ങനെ കാണാൻ കഴിയും. മരണശേഷം ഒരു ജീവിതമില്ല എന്ന് തന്നെ കരുതിയിട്ട് വാർദ്ധക്യത്തിൽ പോലും കഴിയുന്ന ആളുകൾ എത്രയോ പേരെ എനിക്ക് എന്റെ ചുറ്റുവട്ടത്ത് അങ്ങനെയുള്ള ഒരു നിലപാടുമായിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പ്രതീക്ഷയേ അല്ല. മരണശേഷം അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അവരെ അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സന്തോഷമോ ആനന്ദമോ ആഹ്ലാദമോ പകരുന്ന ഒന്നും അവർക്ക് കാത്തിരിക്കാനോ പ്രതീക്ഷിക്കാനോ ഇല്ല. വളരെ ഊഷരമായ ശൂന്യമായ പ്രതീക്ഷകളില്ലാതെയായി മാറുന്ന ഒരു ജീവിതാന്ത്യമാണ് അവര് അനുഭവിച്ച് തീർക്കാറുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാനമല്ല, ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല അർത്ഥശൂന്യമായ കാര്യങ്ങളും അതൊക്കെ ഭയങ്കര ഗംഭീരമാണ് എന്നൊരു തോന്നല് അവർക്കിങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോ മുമ്പൊരിക്കലും ഞാനൊരു കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആള്, അവിടെ കോളേജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അയാള് വിരമിക്കാൻ സമയം അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഒരു വൃക്ഷം നടുകയാണ്. അപ്പോ അയാള് നിരീശ്വരവാദിയാണ്. അള്ളാഹുലോ അല്ലെങ്കിൽ പാരത്രിക ജീവിതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ദീർഘകാലം നിരീശ്വരവാദിയായിട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോ അയാള് ഈ ചെടി നടുമ്പോ അല്ലെങ്കിൽ വൃക്ഷം നടുമ്പോ അയാള് സംസാരമധ്യേ പറഞ്ഞൊരു കാര്യം നമ്മളെ ഓർക്കാൻ കാരണമാവുന്ന എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്നുള്ളതാണ്. ഒരു വൃക്ഷം നട്ട് അത് വളർന്നു വന്നാൽ അത് കായ്കനികൾ തരുന്നതായി മാറിയാൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് പ്രയോജനമുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഇയാളെ ഓർക്കാനും ഇയാൾ അതിന്റെ പേരിൽ പ്രസക്തനാകാനും ഒക്കെ എത്ര കാലമാണ് സാധ്യതയുള്ളത്? എത്രയോ വൃക്ഷങ്ങൾ ഇവിടെ ഭൂമുഖത്ത് ഉണ്ടാവുകയും വളർന്നു വരികയും പടർന്നു പന്തലിക്കുകയും കായ്കനികൾ നൽകിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ എത്ര പേരെയാണ് ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഈ വൃക്ഷങ്ങൾക്കൊക്കെ തന്നെ ഒരു കാലം നിർണയിക്കപ്പെട്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് അതൊന്നും നിലനിൽക്കൂല. പക്ഷെ മനുഷ്യന്റെ ഉള്ളില് ഒരു അമരത്വം എന്നത് അല്ലെങ്കിൽ ഒരു അനന്തത എന്നത് ഒരു പ്രതീക്ഷയായിട്ട് അവശേഷിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണത്. അവര് മരണത്തിന് ശേഷവും താൻ പ്രസക്തനാവണം, ഏതോ നിലക്ക് ഓർക്കപ്പെടണം, തനിക്ക് എന്തെങ്കിലും ഒരു നിലക്ക് തന്നിലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വൃക്ഷം നടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തുകയോ അതല്ലെങ്കിൽ വല്ല സ്മാരക മായിട്ട് വല്ല കെട്ടിടമോ
മറ്റോ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഈ ഒരു പ്രവണത നമ്മൾ നിരന്തരം കാണാറുണ്ട്. മനുഷ്യന് മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതിന്റെ വലിയൊരു തെളിവാണത്. ഈ ആളുകൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ കുറിച്ച് ഇവിടെ ഭൂമുഖത്ത് ആര് എന്ത് പറയുന്നു എന്നത് അവര് അറിയുന്നു പോലുമില്ല എന്നാണ് അവര് തന്നെ കരുതുന്നത്. യുക്തിയുടെ തലത്തില് മരണത്തോടെ എല്ലാം തീർന്നു എന്ന് കരുതുന്ന ആളുകൾക്ക് ഭൂമുഖത്ത് അവർക്ക് ശേഷം അവരെ പരാമർശിച്ചുകൊണ്ട് അവരുടെ പേരിൽ എന്ത് നടന്നാൽ എന്താണ്, അവർക്ക് എന്താണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്? ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളില് മരണത്തോടെ എല്ലാം തീരുന്നില്ല, തീരാൻ പാടില്ല എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ആശയം കുടികൊള്ളുന്നുണ്ട് എന്നതാണ് അത് വെളിപ്പെടുത്തുന്നത്. എന്നായാലും ഈ ആളുകള് വളരെ അടിസ്ഥാനരഹിതമായ മിഥ്യാപരമായ പല സംഗതികളുടെയും പുറകെ പോവുകയാണ്. പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ കുറെ അബദ്ധങ്ങളില്, അത്തരം അവരുടെ പ്രവർത്തനങ്ങളില് അത് വലിയ സംഭവമായിട്ട് ആകർഷകമായിട്ട് കാണിക്കപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പല സംഗതികളും ഉണ്ട്. ഭരണകൂടങ്ങൾ പലപ്പോഴും മരിച്ചുപോയ ഏതെങ്കിലും പ്രമുഖന്റെ പേരിൽ അവരുടെ ചിത്രം പതിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റാമ്പ് ഇറക്കുന്നു. അതുപോലെ കറൻസി നോട്ടുകളിൽ അവരുടെ രൂപം അടയാളപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും നമ്മൾ ചെയ്യാറുണ്ട്. ചിലർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു, ചിലർക്ക് വേണ്ടി നമ്മൾ പടുകൂറ്റൻ പ്രതിമകൾ ഉയർത്തുന്നു. ഈ മരിച്ചുപോയ ആളുകൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നത് ആരും ആലോചിക്കുന്നുണ്ടാവില്ല. യഥാർത്ഥത്തിലുള്ള മരണാനന്തരം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ അവർക്ക് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ അവരുടെ ജീവിതകാലത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പോ മരണശേഷം അവർക്ക് വേണ്ടി അവരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒക്കെയായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. അതിനും ഒരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞാൽ അതും നശിച്ചു പോകും. അതൊന്നും സ്ഥായിയായ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്ന സംഗതിയേ അല്ല. അപ്പൊ ഇത്തരം അബദ്ധ ചെയ്തികളെ അവർക്ക് വളരെ ആകർഷകമാക്കി കാണിക്കുകയാണ്. ഇത് മാത്രമല്ല, പാരത്രിക ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാവുക എന്നത് വലിയൊരു ഉത്തരവാദിത്വ ബോധം മനുഷ്യനിൽ ഉണ്ടാക്കുന്നുണ്ട്. മരണാനന്തര ജീവിതമുണ്ട് എന്ന ബോധ്യമുള്ള ആളുകൾക്കാണ് അവരുടെ ഓരോ പ്രവർത്തനത്തിനെ കുറിച്ചും വലിയ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. കാരണം അതിനൊക്കെയും ഒരു അനന്തരഫലം ഉണ്ടാകാൻ പോകുന്നു എന്നത് അവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകള് സയ്യന്നാലഹും അഅ്മാലഹും, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങളെ നാം അവർക്ക് വളരെ ആകർഷകമായി, വളരെ സീനത്തുള്ളതായിട്ട്, ആകർഷകമായി അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഫഹും യഅ്മഹൂൻ, ആ ബുദ്ധിശൂന്യതയിലും ആ അന്ധതയിലുമായിട്ട് അവരെങ്ങനെ വിഹരിച്ചുകൊണ്ട് പോവാണ്. എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവര് പ്രസിദ്ധിക്ക് വേണ്ടി ഓടുന്നു, സ്ഥാനങ്ങൾക്കും പദവികൾക്കും ഒക്കെ വേണ്ടിയായിട്ട് ഓടുന്നു. ആളുകളുടെ ഇടയില് താൻ അറിയപ്പെടണം എന്ന നിലക്ക്, മരണശേഷവും താൻ അറിയപ്പെടണം എന്നുള്ള നിലക്കൊക്കെയുള്ള പല സംഗതികളും ചെയ്യുന്നതില് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ. യഥാർത്ഥത്തിൽ അത്തരം സ്മരണകള് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ ഇല്ലേ എന്ന കാര്യത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നേ ഇല്ല. അപ്പൊ ഇത്തരം അബദ്ധങ്ങൾ ചെയ്യുന്നത് വളരെ ആകർഷകമായിട്ട് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അതൊക്കെ വളരെ ആകർഷകമായിട്ട് നാം കാണിച്ചു കൊടുക്കുന്നു എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. ഉലൈക അല്ലദീന ലഹും സൂഉൽ അദാബ്. അങ്ങനെ മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വാസമില്ലാത്ത ഈ ആളുകൾക്കാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. ഉലൈക അല്ലദീന ലഹും സൂഉൽ അദാബ്. ഏറ്റവും മോശമായ, ഏറ്റവും ദൗർഭാഗ്യകരമായ, ഏറ്റവും ദൗർഭാഗ്യകരവും
ദുഷ്ടതകൾ അടങ്ങിയിട്ടുള്ളതുമായ ഒരു ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്നത് ഇവരാണ്, ഇവർക്കുള്ളതാണ്. വഹും ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ. പാരത്രിക ലോകത്ത് ഏറ്റവും നഷ്ടകാരികളിൽ പെടുന്നവരായിരിക്കും ഇവര്. വഹും ഫിൽ ആഖിറത്തി, ആഖിറത്തില്, പരലോകത്ത്, മരണാനന്തര ജീവിതത്തില് ഏറ്റവും വലിയ നഷ്ടം ഏറ്റുവാങ്ങിയവരായിരിക്കും ഈ ആളുകൾ. വഇന്നക ലതുലഖൽ ഖുർആന മിൻ ലദുൻ ഹകീമിൻ അലീം. എന്നിട്ട് അല്ലാഹു പറയുന്ന, പ്രവാചകരെ, താങ്കൾ ഇപ്പോൾ കേൾപ്പിക്കപ്പെടുന്നത്, താങ്കൾക്കിപ്പോ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് ലതുലഖൽ ഖുർആന, ഈ ഖുർആൻ ആരാണ് താങ്കൾക്കിത് നൽകിക്കൊണ്ടിരിക്കുന്നത്? അത് മിൻ ലദുൻ ഹകീമിൻ അലീം, ഏറ്റവും നിസ്തുലമായ യുക്തിജ്ഞനും ജ്ഞാനിയുമായ ഒരുവനിൽ നിന്നാണ് താങ്കൾക്ക് ഈ ഖുർആൻ, ഈ പാരായണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അബദ്ധവാക്യങ്ങളോ മിഥ്യാ ആശയങ്ങളോ ഒന്നുമല്ല. ഇത് ഹക്കീമും അലീമുമായ റബ്ബിൽ നിന്ന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഖുർആൻ. അതുകൊണ്ട് മൗഢ്യങ്ങൾ പറയുന്നതോ അബദ്ധങ്ങൾ വിളിച്ച് ഉദ്ഘോഷിക്കുന്നതോ ഒന്നും ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. ഇത് ഹക്കീം, ഏറ്റവും വലിയ യുക്തിജ്ഞനായ, അതുപോലെ അലീം, ഏറ്റവും ജ്ഞാനിയായ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്ന് താങ്കൾക്ക് നൽകപ്പെടുന്ന ഖുർആനാണ്. അതോടെ ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. മനുഷ്യരുടെ ജൽപ്പനങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പിശാചി ബാധയുള്ള ആളുകൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ പോലെയോ ഒന്നുമല്ല ഇത്. ഇത് യുക്തിജ്ഞനും ജ്ഞാനിയുമായ പ്രപഞ്ചനാഥൻ, എല്ലാം അറിയുന്നവനും എല്ലാറ്റിനെയും വളരെ യുക്തിഭദ്രമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവനുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമാവുന്ന, താങ്കൾക്ക് നൽകപ്പെടുന്ന പാരായണമാണ്, ഖുർആനാണ് താങ്കൾക്ക് ഈ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം, ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശം ഒരിക്കലും തന്നെ അബദ്ധങ്ങൾ അടങ്ങിയിട്ടുള്ളതാവുകയില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ നംലിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.